ക്ലാസ്സിൽ എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. അതായത് താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ്. അതിൽ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചാണ് നമ്മളിതിനെ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11, 13 എക്സെട്ര അല്ലേ. ഇതാണ് പ്രൈം നമ്പേഴ്സ്. ഇങ്ങനെ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് വേണം നമുക്കിത് ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട്. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ആ നമ്പറും അതുപോലെ 1ഉം അത് രണ്ടും മാത്രം ഫാക്ടേഴ്സായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 2ഉം 1ഉം അല്ലേ. 3ൻ്റെ ഫാക്ടേഴ്സോ 3ഉം 1ഉം. അപ്പോൾ ഇതുപോലെ നമ്പറും അതുപോലെ 1ഉം മാത്രം ഫാക്ടേഴ്സായിട്ട് വരുന്ന ആ നമ്പറിനെയാണ് പറയുന്നത് പ്രൈം നമ്പർ. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഉപയോഗിച്ച് വേണം നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു പോകാനായിട്ട്. ഇനി ചെറിയ എളുപ്പ പരിപാടികളുണ്ട്, അതായത് പെട്ടെന്ന് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ 24 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഈവൻ നമ്പർ. അതായത് ഈവൻ നമ്പർ ഏതൊക്കെയാണ്? 0, 2, 4, 6, 8 അല്ലേ. അങ്ങനെ വരുന്ന ഈവൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടായിരിക്കും? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതായതിൽ 2 അല്ലേ. ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 വെച്ചിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് 2 ആയിരിക്കും. ഓക്കെ. ഇത് വേറെ 15. ഇപ്പോൾ 15 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ അല്ല, അതൊരു ഓഡ് നമ്പറാണ് അല്ലേ. 5 ആയതുകൊണ്ട് ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ പോയി 5 കൊണ്ട് ചെയ്യരുത്. അതിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഈ ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്യുക. ഇപ്പോൾ 15 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 1ഉം 5. 1 + 5 എത്രയാണ്? 6. അപ്പോൾ ആ ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം 3 കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 15 ആണെന്നുണ്ടെങ്കിൽ 15 ചെയ്യേണ്ടത് എന്തുകൊണ്ടായിരിക്കും? 5 കൊണ്ടല്ല. ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നിങ്ങൾ 5 കൊണ്ടല്ല ചെയ്യേണ്ടത്. ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് 3 കൊണ്ടാണ്. ഇനി വേറൊരു സംഖ്യ 27 ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തല്ല? ഈവൻ നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഓഡ് നമ്പറാണ്. സോ 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 2 + 7. 2 + 7 എത്രയാണ്? 2 + 7 അതായത് 9. 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെന്തുകൊണ്ട് ചെയ്യാം? 3 വെച്ച് ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇനി ഈവൻ നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നോക്കേണ്ടത് ആ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 കൊണ്ടായിരിക്കും. ഇനി കിട്ടുന്നത് 25 ആണെന്നായിരിക്കും. ഇങ്ങനെ 25 ആണെങ്കിൽ ഈ 25നെ നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ അല്ല. സോ അടുത്തത് 3 ആണോ നോക്കാം. 3 ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 + 5. 2 + 5 എന്ന് പറയുമ്പോൾ 7. അപ്പോൾ 7 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തുള്ള പ്രൈം നമ്പർ ഏതാ? 5. അപ്പോൾ 5 വെച്ച് ചെയ്യാം. 5 × 5 = 25. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് എളുപ്പത്തിൽ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 140 അല്ലേ. 140 ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് 140 എഴുതി. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 0. അപ്പോൾ അതായത് ഇതൊരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2. ഇപ്പോൾ 2 വെച്ച് ചെയ്തു. 2 ഫസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 1 ആണ്. 2വിനേക്കാളും ചെറുതാണ്. സോ നമ്മൾ തൊട്ടടുത്ത ഡിജിറ്റും കൂടി എടുത്തിട്ട് ഇത് 14 മാറി. 14ൽ 2 എത്ര പ്രാവശ്യം? 7. 2ൻ്റെ ടേബിളിൽ 14 എപ്പോഴാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ 14 വരുന്നത് 7 അല്ലേ. 2 × 7 ആണ് 14. അപ്പോൾ നമ്മൾ താഴെ 7 എഴുതി. ഇനി ലാസ്റ്റ് അടുത്ത ഡിജിറ്റ് 0. 0 വരാൻ എന്ത് ചെയ്യണം? 2 × 0 ആണ് 0. അപ്പോൾ 0 വന്നു. അപ്പോൾ 70. ഇനി വീണ്ടും ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇപ്പോൾ 70 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 2. ഇനി 2ൻ്റെ ടേബിളിൽ ഫസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 7 ആണ്. 2ൻ്റെ ടേബിളിൽ 7 ഇല്ല. അപ്പോൾ ഏറ്റവും തൊട്ടടുത്ത് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ നമ്പർ ഏതാണെന്ന് നോക്കാം. 7ൻ്റെ തൊട്ടടുത്ത് വരുന്നത് എന്താ? 6 അല്ലേ. 2 × 3 ആണ് 6. അപ്പോൾ നമുക്കിവിടെ എഴുതേണ്ടത് 3. അപ്പോൾ 2 × 3
6. അപ്പോൾ ഇവിടെ നമുക്ക് 7 ആയിരുന്നു. അപ്പോൾ ബാലൻസ് എന്തുണ്ട്? ഈ 6ഉം 2 × 3 എന്നുള്ളത് 6 ആണ്, ഇവിടെ ഉള്ളത് 7 ആണ്. സോ ഒരു ബാലൻസ് 1 ഉണ്ട്, ആ 1 ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ എന്തായി? 10 എന്ന് വായിക്കണം. ഈ നമ്പറിന് ഇനി വായിക്കേണ്ടത് 10 എന്നാണ്. അപ്പോൾ 10ൽ 2 5 ടൈംസ് അല്ലേ? 10 എന്നുള്ളത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കിട്ടി 35 എന്ന് കിട്ടി. ഇനി 35. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. 3 + 5. നേരെ 5 കാണുമ്പോൾ 5 കൊണ്ട് ചെയ്യരുത്. 3 + 5. 3 + 5 എന്ന് പറയുമ്പോൾ 8. 8 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇനി അടുത്ത പ്രൈം നമ്പർ എന്തുകൊണ്ട് ചെയ്യാം? 5. ഇനി 5ൽ ഫസ്റ്റ് ഡിജിറ്റ് 3 ആണ്, ചെറിയതായതുകൊണ്ട് നമുക്ക് ഒന്നിച്ചെടുക്കണം. 35. 35ൽ 7 എങ്ങനെയാ? 7 5s are 35. ഇനി 7 ഒരു പ്രൈം നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് ഇനി 7നെ 7 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. 1 7 are 7. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 1 കിട്ടണവരെ നമുക്കിതുപോലെ ഫാക്ടറൈസേഷൻ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ കിട്ടിയേക്കണ ഇതെല്ലാം എടുത്ത് നമുക്ക് എഴുതാം. 2 × 2 × 5 × 7. ഓക്കെ, ഇനി 2 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതണം, പവറായിട്ട് എഴുതാം 2 × 2. കാരണം എന്താ? 2 2 പ്രാവശ്യം ഉള്ളതുകൊണ്ട് അല്ലേ? 2 × 2 ഇൻറ്റു ഇനി 5 1 ടൈമേ ഉള്ളൂ. അപ്പോൾ 5 × 7 ഒരെണ്ണമുള്ളൂ, അതുകൊണ്ട് തന്നെ 7. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ എഴുതി. 2 × 2 ഇൻറ്റു 5 × 7. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 156. 156. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഈവൻ നമ്പറാണ്. സോ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 2. ഇനി ഫസ്റ്റ് ഡിജിറ്റ് 1 2നേക്കാളും ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് 2 ഡിജിറ്റ് ഒന്നിച്ചെടുക്കാം. 15. 15ൽ 2 7 ടൈംസ്. 7 2s are 14. 15 എന്നുള്ളത് 2ൻ്റെ ടേബിൾ ഇല്ല, അപ്പോൾ തൊട്ടടുത്ത മൾട്ടിപ്പിൾ എന്താ? 14 ആണ്. അപ്പോൾ 7 2s are 14. ഇവിടെ 15 ആയതുകൊണ്ട് ബാലൻസ് ഒരു 1 ഉണ്ട്, അതിവിടെ നമുക്ക് ചേർക്കുമ്പോൾ ഇവിടെ എന്തായി വായിക്കും? 16. 16ൽ 2 എത്ര ടൈംസ് ആണ്? 8. 8 2s are 16. ഇനി ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പറാണ്, സോ നമുക്ക് 2 വെച്ച് ചെയ്യാം. ഇനി 7 ഇല്ല, 7ൻ്റെ തൊട്ടടുത്തുള്ളത് 6 ആണ്. 3 2s are 6. ബാലൻസ് ഒരു 1 ഉണ്ട്, അതോടെ ചേർത്തപ്പോൾ 18. 18ൽ 2 എത്ര ടൈംസാ? 9. 9 2s are 18. ഇനി ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 3 + 9. 3 + 9 എത്രയാ? 12. 12 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളിൽ ഉള്ളതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? 3. അപ്പോൾ 1 3s are 3. ഇനി 9 കിട്ടാനായിട്ട് 3 3s are 9. 13 കിട്ടി. 13 ഒരു പ്രൈം നമ്പറാണ്, സോ 13 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1. ഇനി നമുക്ക് ആൻസർ എടുത്ത് എഴുതണം. 2 × 2 × 3 × 13 അല്ലേ? അതെ, ഇതാണ് തൊടുത്ത് എഴുതിയേക്കുന്നത്. ഇനി 2 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. അപ്പോൾ 2 × 2 × 3 × 13. ഇതാണ് 156ൻ്റെ ആൻസർ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ 3825. 3825 അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ 5 ആണ്. 5 ആണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു 5 കൊണ്ട് ചെയ്യരുത്, ഫസ്റ്റ് ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മാത്രമേ 5 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 + 8 + ഈ ഡിജിറ്റുകൾ തമ്മിൽ 3 + 8 + 2 + 5 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും അല്ലേ? 3 + 8 + 2 + 5 വരുമ്പോൾ ആൻസർ 18 കിട്ടും. അപ്പോൾ 18 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? 5 കൊണ്ടല്ല, 3 കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇനി 3ൽ 3 1 ടൈംസ്. ഇനി 8, അടുത്ത ഡിജിറ്റ് 8 ആണ്. 8ൽ 3യുടെ ടേബിൾ ഇല്ല, തൊട്ടടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ ഏതാ? 6 ആണ്. അപ്പോൾ 2. 3 2s are 6. 3 2s are 6. ബാലൻസ് എത്ര ഉണ്ട്? 6 കഴിഞ്ഞാൽ ഈ 8 ആകാനായിട്ട് 7 8 2 ഉണ്ട് അല്ലേ? അപ്പോൾ ആ 2 ഇവിടെ ചേർക്കുമ്പോൾ ഇവിടുന്ന് എന്തായി മാറ്റും? മാറും 22.
അല്ലേ? ഇനി 22-ൽ 3 എത്ര ടൈംസാ? 22 എന്നുള്ളത് 3ൻ്റെ ടേബിളിലില്ല, പക്ഷേ തൊട്ടടുത്ത് വരുന്നത് മൾട്ടിപ്പിൾ വന്നത് 7. 7 3s are 21. അപ്പോൾ 7 3s are 21 എന്ന് പറയുമ്പോൾ ഇവിടെ 22 ആണ്, ബാലൻസ് ഒരു 1 ഉണ്ട്. ആ 1 ഇവിടേക്ക് ചേർക്കുമ്പോൾ ഇവിടെ 15 ആയി. 15-ൽ 3 എത്ര ടൈംസ് ആണ്? 5 ടൈംസ്. അപ്പം ഇനി ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് വെക്കാം. 1 + 2 + 7 + 5 എത്ര കിട്ടും? 50 അല്ലേ? 15 കിട്ടും. 15 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് 3 വെച്ച്. പിന്നെ ഫസ്റ്റ് 2 ഡിജിറ്റ് ചേർത്ത് വരുമ്പോൾ 12. 12-ൽ 3 എത്ര ടൈംസ് വരും? 4. 4 3s are 12. ഇനി 7 ആണ്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത മൾട്ടിപ്പിൾ ഉള്ളത് 6 ആണ്. അപ്പോൾ 2 × 3 ആണ് 6. ബാലൻസ് ഒരു 1 ഉണ്ട്, അവിടെ ചേർക്കുമ്പോൾ 15 ആയി. 5 3s are 15. ഇതും ഓഡ് നമ്പറാണ് അല്ലേ? 5 എന്നുള്ള ഓഡ് നമ്പറാണ്. ഇനി ആഡ് ചെയ്ത് നോക്കിയേ. 4 + 2 + 5 11 ആണ് കിട്ടുന്നത്. 11 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ? 4 + 2 + 5 എന്നുള്ള ഈ ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 11 ആണ്. 11 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് അടുത്ത പ്രൈം നമ്പർ ഏതാ? 5. ഇപ്പോൾ 5 വെച്ചാണ് ചെയ്യേണ്ടത്. 5-നേക്കാളും ചെറുതാണ് 4, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് 2 ഡിജിറ്റ് ചേർത്ത് വായിക്കാം. 42. 42-ൽ 5 എത്ര പ്രാവശ്യം? 8. 8 5s are 40. 8 5s are 40. ബാലൻസ് ഇവിടെ 42 ആണ്. സോ ബാലൻസ് 2 ഉണ്ട് അല്ലേ? ആ 2 എവിടെ എഴുതണം? ഇവിടെ. അപ്പോൾ നമുക്ക് ഈ അടുത്ത സംഖ്യ നമുക്ക് എന്തായിട്ട് വായിക്കണം? 25. ഇനി 25-ൽ 5 ടൈംസ്. 5 5s are 25. ഇനി ഇതും ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്, ഓഡ് നമ്പറാണ്. സോ അത് തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 8 + 5 എത്ര കിട്ടും? 3ൻ്റെ മൾട്ടിപ്പിൾ കിട്ടുമോ? ഇല്ല അല്ലേ? 13 കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 വെച്ചല്ല 5 വെച്ച് തന്നെ ചെയ്യണം. 5. ഇനി 1 5s are 5. ഇവിടെ 8 ആണുള്ളത്. അപ്പോൾ 5 8 ആനായിട്ട് 3. ഇപ്പോൾ ഇവിടെ ബാലൻസ് ഒരു 3 വരും. ഇപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 35. 35 എന്ന് വായിക്കണം. 35-ൽ 5 7 ടൈംസ്. ഇനി ഈ 17 ചെയ്യണം. 17 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. സോ 1 + 7. 1 + 7 എന്ന് വെച്ചാൽ 8. 8 എന്ന് വെച്ചാൽ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ല. അപ്പോൾ 5 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ 7ൻ്റെ ടേബിൾ വരുന്നില്ല അല്ലേ? 11ൻ്റെ ടേബിൾ വരുന്നില്ല. 13 കൊണ്ട് വന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പ്രൈം നമ്പറാണ് ഈ 17 എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ 17 ചെയ്യുമ്പോൾ 17 കൊണ്ടുവരാൻ പറ്റുള്ളൂ. 1. നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. 3 × 3 × 5 × 5 × 17. 3 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. അതുകൊണ്ട് തന്നെ 3^2 × 5 എത്ര ടൈംസ് ഉണ്ട്? 2. അപ്പോൾ 5^2 × 17. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3^2 × 5^2 × 17. ഓക്കെ, ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ ചെയ്യാം. 4th ക്വസ്റ്റ്യൻ 5 0 0 5. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. എന്നാലും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കണം അല്ലേ? 5 + 0 + 0 + 5 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ നമുക്ക് നെക്സ്റ്റ് പ്രൈം നമ്പറായ 5 കൊണ്ട് നോക്കാം. അപ്പോൾ 5 എഴുതി. 5-ൽ 1 ടൈം. ഇനി 0 × 5 0. തൊട്ടടുത്ത് 0 ആയതുകൊണ്ട് 0 × 5 0. അപ്പോൾ 0 തന്നെ വരും. ഇനി ലാസ്റ്റ് 5 ആണ്. 1 × 5 5. ഇനി ഈ നമ്പർ ഈവൻ നമ്പർ അല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിജിറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 1 + 0 + 0 + 1 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ തന്നെയില്ല. ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ല. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ? ഇന്ന് നമുക്ക് 7 കൊണ്ടൊന്നും പറ്റുന്നില്ല. നമുക്ക് നോക്കുമ്പോൾ നെക്സ്റ്റ് പ്രൈം നമ്പറായ 11 കൊണ്ട് നോക്കാം. 11. അപ്പോൾ 11 കൊണ്ട് നോക്കുമ്പോൾ ആദ്യത്തെ 10 11-നേക്കാളും ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത നമ്പർ കൊണ്ട് ചേർത്ത് ഇതിനെ 100. 100-ൽ 11 എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കാം അല്ലേ? 100-ൽ 11 എന്ന് പറയുമ്പോൾ 9. ഏറ്റവും അടുത്തുള്ള മൾട്ടിപ്പിൾ ആണ് നോക്കണ്ടേ അല്ലേ? അപ്പോൾ 11 × 9 എന്ന് പറയുമ്പോൾ 99. 11 × 9 99. ഇവിടെ ഉള്ളത് 100 ആണ്. സോ 100 - 99 1. ബാലൻസ് ഒരു 1 ഉണ്ട്. അതിവിടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി വായിക്കും? 11. അപ്പോൾ ലാസ്റ്റിലുള്ള ഡിജിറ്റ് 11 ആയി മാറി. 11-ൽ 11 1 ടൈം. കണ്ടോ?
ഇനി 91 ലാസ്റ്റ് ഡിജിറ്റ് ഓഡ് നമ്പറാണ്. സോ 9 + 1 10. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കൊണ്ടും 5 കൊണ്ടൊന്നും പറ്റില്ല. 3 കൊണ്ട് പറ്റില്ല. ഇനി ലാസ്റ്റ് ഡിജിറ്റ് 5 ഇല്ലാത്തതുകൊണ്ട് 5 കൊണ്ട് പറ്റില്ല. പിന്നെ അടുത്തുള്ള പ്രൈം നമ്പറാണ് 7 അല്ലേ. അപ്പോൾ 7 കൊണ്ട് നോക്കാം നമുക്ക്. 7 1 7s are 7. ഇവിടെ 9 ആണുള്ളത്. സോ 9ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് ഒരു 2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 ചേർക്കുമ്പോൾ 21. 7ൽ 21 എത്രയില്ല 3. 7 3s are 21. 13 ഒരു പ്രൈം നമ്പറാണ് അല്ലേ. അപ്പോൾ 13. ഇനി എടുത്ത് എഴുതാം 5 × 11 × 7 × 13. അപ്പോൾ ഇതിൽ റിപ്പീറ്റേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ആൻസർ. 5 × 11 × 7 × 13. നമുക്കിതിനെ ഓർഡർ അനുസരിച്ച് എഴുതാം. അതായത് ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാം. അതായത് 5 × അതിനേക്കാളും വലുത് ഏതാ 7. അത് കഴിഞ്ഞിട്ടാണ് 11 × 13. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ ചെയ്യാം. 5th ക്വസ്റ്റ്യൻ 7429. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ അല്ല. സോ നമുക്കിതിനെ ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എങ്ങനെ അറിയണം? അതായത് ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ഡിജിറ്റ് 7 + 4 + 2 + 9 എത്ര കിട്ടും? 22 ആയിരിക്കും ആൻസർ. അപ്പോൾ 22 ആയതുകൊണ്ട് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതല്ല. സോ നമുക്കിതിനെ 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ല. 5 അല്ലാത്തതുകൊണ്ട് നമുക്കിതിനെ 5 വെച്ച് ചെയ്യാൻ പറ്റുമോ? 5 കൊണ്ടും ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത പ്രൈം നമ്പറാണ് 2 3 കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് 5 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 7 ആണ്. ഇനി 7 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നമുക്ക് 7 4 2 9 അല്ലേ. ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 വെച്ച് റിമൈൻഡർ ഇല്ലാതെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിതിനെ 7 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 1 7s are 7 0. നെക്സ്റ്റ് ഡിജിറ്റായ 4 ഇറക്കി എഴുതി അല്ലേ. ഇനി 4ൽ 7 പോവില്ല. അപ്പോൾ 0. ഇനി നെക്സ്റ്റ് ഡിജിറ്റായ 2 ഇറക്കി എഴുതി. ഇപ്പോൾ 42. 42ൽ എത്ര ടൈംസ് പോകും? 6. 6 × 7 42. 42 42 മൈനസ് ചെയ്യുമ്പോൾ 0. ലാസ്റ്റ് ഡിജിറ്റായ 9 ഇറക്കി എഴുതി. 9ൽ 7 1 ടൈം. 1 7s are 7. 9ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2. അപ്പോൾ നോക്കി റിമൈൻഡർ 2 കിട്ടി. സോ നമുക്ക് ഈ നമ്പറിനെ 7429 എന്നുള്ള ഈ നമ്പറിനെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റില്ല? 7 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം റിമൈൻഡർ വന്നു. റിമൈൻഡർ 0 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ അടുത്ത പ്രൈം നമ്പർ ഏതാ? 7 കഴിഞ്ഞാൽ 11 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള 11 ഇട്ട് നോക്കാം. 11ൽ 6. 11 × 6 66. ഇനി 74ൽ നിന്ന് 66 മൈനസ് ചെയ്യുമ്പോൾ 8 കിട്ടും. ഇനി നെക്സ്റ്റ് 2 താഴേക്ക് ഇറക്കി എഴുതി. 2 82ൽ 11 7 ടൈംസ്. ഇവിടെ 77. ഇനി 82ൽ നിന്ന് 77 മൈനസ് ചെയ്യുമ്പോൾ 5 കിട്ടും. ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 9 ഇറക്കി എഴുതി. അപ്പോൾ 59. 59ൽ 11 എത്ര പ്രാവശ്യം പോകും? 5. അപ്പോൾ 55. അപ്പോൾ 9ൽ നിന്ന് 5 മൈനസ് ചെയ്യുക ബാലൻസ് 4. അപ്പോൾ റിമൈൻഡർ വന്നു. സോ നമുക്ക് 11 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും റിമൈൻഡർ 0 വരികയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഫാക്ടറൈസേഷനായിട്ട് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് പ്രൈം നമ്പറാണ് 13. 13 ഇട്ട് നോക്കുക. അപ്പോഴും നമുക്ക് റിമൈൻഡർ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് 7429 17 ഇട്ട് നോക്കാം. 17ൽ 74 4 ടൈംസ്. 28 2 ബാലൻസ് 2 1 4 68. ഇനി 74ൽ നിന്ന് 68 മൈനസ് ചെയ്താൽ 6. നെക്സ്റ്റ് സംഖ്യയായിട്ടുള്ള 2 എടുത്ത് എഴുതി. ഇനി 17ൽ എത്ര ടൈംസ് പോകും? 3. 21ൽ 1 ബാലൻസ് 2 1 × 3 3 3 + 2 5. 62 നിന്ന് 51 മൈനസ് ചെയ്താൽ
1 1. ഇനി ലാസ്റ്റ് ഡിജിറ്റായ 9 താഴേക്ക് ഇറക്കി എഴുതി. ഈ 9 താഴേക്ക് ഇറക്കി എഴുതി. അപ്പോൾ 119 വന്നു. ഇനി 7ൽ 7, കാരണം ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 9 അല്ലേ, അപ്പോൾ 7 7 സാറാണ് 49. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ 7 7 സാർ 49ൽ 9 ബാലൻസ് 4 1 7 പ്ലസ് 4 വരുമ്പോൾ 11. അപ്പോൾ നോക്കി റിമൈൻഡർ 0 വന്നു. അപ്പോൾ നമ്മൾ ഓരോന്ന് പ്രൈം നമ്പേഴ്സ് മാത്രം ഇട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 17 ആണ്. ഇവിടെ എത്ര കിട്ടി? 437. ഈ ലാസ്റ്റ് ഡിജിറ്റ് ഓഡ് നമ്പറാണ്. സോ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 7 + 7 14 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അത് ലാസ്റ്റ് ഡിജിറ്റ് 7 ആയതുകൊണ്ട് 5 കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. പിന്നെ അടുത്തത് 7 ആണ്. അപ്പോൾ 437 7 കൊണ്ട് ചെയ്ത് നോക്കാം. (42 17) 7 ടേബിളിൽ 17 ഇല്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 7 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ഏതാണ്? 4 3 7. ഇതുപോലെ ഓരോന്നിട്ട് നോക്കാം. 7 കഴിഞ്ഞിട്ട് പിന്നെ എടുത്തത് 11 ആണ്. 11 ഇട്ട് കൊടുക്കുക, 13 ഇട്ട് നോക്കുക. അപ്പോൾ അതിലൊന്നും കിട്ടില്ല, കാരണം ഇതിൻ്റെ എല്ലാത്തിനും റിമൈൻഡർ ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങളുടെ ടൈം പോകും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി 19 വരുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ 19ൽ നോക്കി 2 ടൈംസ് 38. 43ന്ന് 38 മൈനസ് ചെയ്യുമ്പോൾ 5. താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ 7. 57ൽ 19 3 ടൈംസ് ബാലൻസ് 2 1 3 5 ഉണ്ടോ. 19ലാണ് കിട്ടിയത്. 7 കിട്ടിയില്ല, 11 കിട്ടിയില്ല, 13 17 ഇതെല്ലാം വെച്ച് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കണം. അതിലൊന്നും കിട്ടുന്നില്ല. 19 ആണ് നമുക്ക് ഇതിൽ ആൻസർ വരുന്നത്. അപ്പോൾ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ 19 കിട്ടി. 19 നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 23. ഇനി 23 2 + 3 5. അതുപോലെ ഇത് എന്ത് നമ്പറാണ്? പ്രൈം നമ്പറാണ്. സോ 23 തന്നെ 1. ആൻസർ 17 × 19 × 23. ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ചില നമ്പർ കൺഫ്യൂഷനായിട്ട് വരുമ്പോഴത്തേക്കും അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 വന്നാൽ മാത്രമേ നമുക്കത് ഫാക്ടറൈസേഷൻ്റെ ഇതിലോട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എടുത്ത് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.